പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള PSCയുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണിത്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റിൻ്റെ സീരീസ് നമ്പർ 1 ആണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റുകൾ നടത്താം. ഇത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ട് ഈ ഒരു മോക്ക് ടെസ്റ്റ് മൊത്തമായിട്ട് കാണുക. ഇതിനകത്ത് നമ്മൾ 20 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 20 ചോദ്യത്തിനകത്ത് നിന്ന് എത്ര ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞൊരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിനകത്ത് ഇൻ്റലിജൻസ് ബ്യൂറോ ഉണ്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസുണ്ട്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉണ്ട്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇതിൽ നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോയും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെയും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെയും കാര്യങ്ങളൊന്നും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അറിയാനായിട്ടുള്ള അവസരമില്ല. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം ഈ പറയുന്നവയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കടുത്ത് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. പോക്സോ നിയമപ്രകാരം നേരിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ സ്ഥിരമായി ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയും ബന്ധപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് വകുപ്പിനകത്ത് ഉൾപ്പെടുമെന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ്? പോക്സോ നിയമപ്രകാരം നേരിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ സ്ഥിരമായ ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സെക്ഷൻ്റെ പ്രകാരമാണ് കുറ്റകരമാവുന്നതെന്ന് ചോദിച്ചാൽ സെക്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. സെക്ഷൻ 11 പ്രകാരമാണ് ഇത് കുറ്റകരം ആവുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്. ഇത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. IPCയിലെ ഏത് വകുപ്പിലാണ് ബലാത്സംഗം ആവർത്തിച്ച് ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? IPCയിലെ ഏത് വകുപ്പിലാണ് ബലാത്സംഗം ആവർത്തിച്ച് ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ് ശരി ഉത്തരം വരിക? 376 E ആണ് കേട്ടോ. 376 E ആണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 376 E ആണ്. 376 E ആണ് കേട്ടോ. 376 E ആണ്. ബലാത്സംഗം ആവർത്തിച്ച് ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 376 E ആണ്. അടുത്തത് മനുഷ്യ കച്ചവടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ശ്രദ്ധിക്കുക, മനുഷ്യ കച്ചവടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? അറിയാമോ ആർക്കെങ്കിലും മനുഷ്യ കച്ചവടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണെന്ന്? ഓക്കെ, ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 370 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 370 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം ഇടുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉത്തരം കൂടി കണ്ടെത്തുക കേട്ടോ. അപ്പോൾ സെക്ഷൻ 370 ആണ്. മനുഷ്യ കച്ചവടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 370 ആണ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യമാണ്: വിശ്വാസവഞ്ചനയിലൂടെ കൈവശം വരുന്ന വസ്തുവിനെ ക്രിമിനൽ നിയമപ്രകാരം എന്താണ് വിളിക്കുന്നതെന്ന് വിശദീകരിച്ചിട്ടുള്ള വകുപ്പ് ഏതാണ്? എന്താണ്? വിശ്വാസവഞ്ചനയിലൂടെ ഏതെങ്കിലും ഒരു സാധനം കൈവശം വരികയാണെന്നുണ്ടെങ്കിൽ അവയെ ഈ ഒരു ക്രിമിനൽ നിയമപ്രകാരം എന്താണ് വിളിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വകുപ്പ് എന്ന് ചോദിച്ചാൽ ഏതാണ് ശരി ഉത്തരം വരിക? സെക്ഷൻ 410 ആണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 410 ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇതൊരു മോക്ക് ടെസ്റ്റായിട്ട് മാത്രം കണ്ടാൽ മതി. ആറാമത്തെ ചോദ്യം: IT ആക്ട് നിലവിൽ വരുമ്പോൾ അതിൽ എത്ര അധ്യായങ്ങൾ, എത്ര ഭാഗങ്ങൾ, എത്ര പട്ടികകളെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? അറിയാമോ ആർക്കെങ്കിലും? അറിയാമോ എത്ര അധ്യായങ്ങളാണ്? 13 അധ്യായങ്ങൾ, 94 ഭാഗങ്ങൾ, 4 പട്ടികകൾ. 13 അധ്യായങ്ങളുണ്ട്, 94 ഭാഗങ്ങളുണ്ട്, കൂടാതെ 4 പട്ടികകൾ എന്തുണ്ട് നമ്മുടെ IT ആക്ടിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ IT ആക്ട് 2000 നിലവിൽ വരുമ്പോഴത്തേക്കും അതിനകത്ത് 13 അധ്യായങ്ങളുണ്ട്, 94 ഭാഗങ്ങളുണ്ട്, 4 പട്ടികകളും നമ്മുടെ IT ആക്ട് 2000 ഉണ്ട്. ഓക്കെ, 13, 94, 4. ഏഴാമത്തെ ചോദ്യം: വിവരാവകാശ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസ്സാക്കിയത് എപ്പോഴെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, വിവരാവകാശ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസ്സാക്കിയത് എപ്പോഴെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ശരി ഉത്തരം അറിയുന്നുള്ള ആരെങ്കിലും ഉണ്ടോ? 2019 ജൂലൈ 25-നാണ്. 2019 ജൂലൈ 25-നാണ് എന്ത് ചെയ്യുന്നത്? വിവരാവകാശ നിയമം 2019 രാജ്യസഭ പാസ്സാക്കുന്നതെന്ന് ചോദിച്ചാൽ അതെപ്പോഴാണ്? 2019 ജൂലൈ ആണ്. 2019 ജൂലൈ 25. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. എട്ടാമത്തെ ചോദ്യമാണ്: പോക്സോ നിയമപ്രകാരം സെക്ഷൻ 23 പ്രകാരം ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം ഇരയായ കുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിൽ അവരുടെ പേരോ വിലാസമോ ഫോട്ടോയോ കുടുംബ വിവരങ്ങളോ എന്നിവ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ശിക്ഷയാണ് കൊടുക്കുക?
ഒന്നും കൂടി, പോക്സോ നിയമപ്രകാരം സെക്ഷൻ 23 പ്രകാരം ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം എന്ത് ചെയ്യാണ്, ഇരയായിട്ടുള്ള കുട്ടിയുടെ പേരോ വിവരമോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ പേരോ കുടുംബ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്തെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ശരി ഉത്തരം അറിയാനുള്ള ആരെങ്കിലും ഉണ്ടോ? ഓപ്ഷൻസ് ഒന്ന് വായിച്ചിട്ട് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയേ. കിട്ടിയോ? ഏതാണ്? 6 മാസം മുതൽ 1 വർഷം വരെ തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കാം. എന്താണ്? 6 മാസം തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ശിക്ഷിക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം, 6 മാസം എന്ത് ചെയ്യാം, തടവ് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 6 മാസം തടവോ അല്ലാന്നുണ്ടെങ്കിൽ പിഴയോ കൊടുക്കാം. കേട്ടോ, 6 മാസം മുതൽ 1 വർഷം വരെയാണ്. 6 മാസം മുതൽ 1 വർഷം വരെ തടവും പിഴയും കൂടാതെ രണ്ടിനും കൂടി ശിക്ഷിക്കാവുന്നതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ 6 മാസം മുതൽ 1 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം, തടവിനിടാം, കൂടാതെ പിഴ ശിക്ഷയും കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു തടവും പിഴയും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യാവുന്നതാണ്, ചുമത്താൻ കഴിയുന്നതാണ്. ഓക്കെ, അടുത്ത് നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. IT നിയമത്തിലെ സെക്ഷൻ 66A സുപ്രീം കോടതി നീക്കം ചെയ്തത് എന്നാണ്. ശ്രദ്ധിക്കുക, IT നിയമത്തിലെ സെക്ഷൻ 66A എന്ന് പറയുന്നത് സെൻഡിങ് അബ്യൂസീവ് മെസ്സേജസ് ആണ്. മെസ്സേജുകൾ, മോശമായ മെസ്സേജ് അയക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. അവസാനം ഇത് ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തിനെയൊക്കെ ബാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അവസാനം മാറ്റുകയുണ്ടായി. അപ്പോൾ IT ആക്ടിലെ നിയമം സെക്ഷൻ 66A സുപ്രീം കോടതി നീക്കം ചെയ്തത് എന്നെന്ന് ചോദിച്ചാൽ എന്നാണ്, 2015 മാർച്ച് 24 2015 മാർച്ച് 24 ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 2015 മാർച്ച് 24 എന്ത് ചെയ്യുന്നത്, 66A എടുത്ത് ദൂരെ കളയുന്ന എപ്പോഴാണ്, 2015 മാർച്ച് 24. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ 9ാമത്തെ ചോദ്യം. 3ാം കക്ഷിയെ സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനകം 3ാം കക്ഷിക്ക് അപേക്ഷ ബോധിപ്പിക്കാൻ അവസരം നൽകേണ്ടത് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 3ാം കക്ഷിയെ സംബന്ധിച്ച് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് എത്ര ദിവസം മുമ്പാണ് എന്ത് ചെയ്യുന്നത്, അപേക്ഷ ലഭിച്ച എത്ര ദിവസത്തിനുള്ളിലാണ് 3ാം കക്ഷിക്ക് അപേക്ഷ ബോധിപ്പിക്കാൻ അവസരം നൽകേണ്ടത് എന്നാണ് നമ്മുടെ 10ാമത്തെ ചോദ്യം. എത്ര ദിവസമാണ്? 10 ദിവസമാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്, 10 ദിവസമാണ്. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഇതൊക്കെ എന്താണ് ഏതാണ് എന്നൊക്കെ സംശയം കാണും. നിങ്ങൾ പേടിക്കേണ്ട, ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെടുത്തി വയ്ക്കുക അല്ലെങ്കിൽ പരിചയപ്പെട്ട് വച്ചേക്കുക. നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ പഠിച്ച് സെറ്റാവാം. അടുത്ത 11ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 8ൻ്റെ പരിധിയിൽ വരാത്ത വിവരം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക, വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 8ൻ്റെ പരിധിയിൽ വരാത്തത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണെന്നറിയാമോ? 8ൻ്റെ പരിധിയിൽ വരുന്നത് രാജ്യത്തിൻ്റെ ശാസ്ത്ര സാമ്പത്തിക വിവരങ്ങൾ വരുന്നുണ്ട്, പരമാധികാരം വരുന്നുണ്ട്, അന്തർദേശീയ സൗഹൃദങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ആധികാരിക രേഖകൾ എന്ന് പറയുന്ന ഈ സി ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 8-നകത്ത് എന്ത് വരുന്നില്ല? ആധികാരിക രേഖകൾ വരുന്നില്ല. പക്ഷേ രാജ്യത്തിൻ്റെ ശാസ്ത്ര സാമ്പത്തിക വിവരങ്ങളും അന്തർദേശീയ സൗഹാർദ്ദത്തിനെക്കുറിച്ചും പരമാധികാരത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ 8ൻ്റെ പരിധിക്കകത്ത് വരുന്നുണ്ട്. അടുത്ത ചോദ്യം. NDPS ആക്ട് പ്രകാരം ജാമ്യമില്ലാത്ത കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? NDPS ആക്ട് പ്രകാരം ജാമ്യമില്ലാത്ത കുറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതെന്നാണ് ചോദ്യം. അറിയാമോ ആർക്കെങ്കിലും? അറിയാമോ? അതിൽ സെക്ഷൻ 37 ശരി ഉത്തരമായിട്ട് വരുന്നത്. ജാമ്യമില്ലാത്ത വകുപ്പുകളെ കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 37 നോൺ ബെയിലബിൾ കേട്ടോ. നോൺ ബെയിലബിൾ അല്ലെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ്. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസിനും അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരും എന്ന് ചരിത്ര വിധി വന്നത് എപ്പോഴാണ്? എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസും എന്ത് ചെയ്യുന്നുണ്ട്, വിവരാവകാശത്തിൻ്റെ പരിധിക്കകത്ത് വരുന്ന ഓഫീസാണ് എന്ന സുപ്രധാന വിധി വന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. അറിയാമോ? 2019 നവംബർ 13 2019 നവംബർ 13 ഈ ഒരു സുപ്രധാന വിധി വരുന്നത്. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസ് എന്ത് ചെയ്യും, വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന ചരിത്ര വിധി വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ 2019 നവംബർ 13. 14ാമത്തെ ചോദ്യം. IT നിയമത്തിലെ സെക്ഷൻ 66F എന്നത് എന്താണെന്നാണ് ചോദ്യം. ഒന്ന് പറഞ്ഞേ, സൈബർ ടെററിസത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണോ? ജീവപര്യന്തം വരെ ശിക്ഷിക്കാവുന്ന കുറ്റകരമാണോ അത്? പോലീസ് വാറണ്ടോട് കൂടി മാത്രം അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണോ? ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യമാണ്? ഈ 66F എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഉത്തരം പറയാനായിട്ട് പറ്റത്തുള്ളൂ. 66F എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? സൈബർ ടെററിസമാണ്. സൈബർ ടെററിസമാണ് 66F എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരി ഉത്തരം ഏതൊക്കെയാണെന്ന് അറിയാമോ? 66F എന്താണ് പറയുന്നത്? സൈബർ ടെററിസമാണ്. 1 ഇതിനകത്ത് ശരിയാണ്.
ഇത് ജീവപര്യന്തം വരെ ശിക്ഷിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് കേട്ടോ. ജീവപര്യന്തം വരെ ശിക്ഷിക്കാവുന്ന കുറ്റകൃത്യമാണ്. രണ്ടും ശരിയാണ്. പോലീസിന് വാറണ്ടോടുകൂടി മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ടെററിസമാണ് അല്ലേ, തീവ്രവാദമാണ്. അത് പോലീസിന് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. ഇത് ജാമ്യം ലഭിക്കുമോ? ഇത് ജാമ്യം ലഭിക്കാത്ത നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പോൾ 66F സൈബർ ടെററിസമാണ്, ജീവപര്യന്തം വരെ ശിക്ഷിക്കാവുന്നതാണ്. 1ഉം 2ഉം മാത്രമാണ് ഇതിനകത്ത് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? സ്ത്രീധന മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതെന്നാണ് ചോദ്യം. അറിയാമോ? സ്ത്രീധന മരണം ഏതാണ്? IPC സെക്ഷൻ 304B ആണ് അല്ലേ, 304B ആണ്. 304B ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, IPC സെക്ഷൻ 304B ആണ് കേട്ടോ. 304B. ഒരു മരണം സ്ത്രീധന മരണം, അല്ലെങ്കിൽ ഒരു ലേഡിയുടെ മരണം സ്ത്രീധന മരണം ആവണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്യണം? കല്യാണം കഴിച്ച് 7 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഭർത്താവിൻ്റെ വീട്ടിൽ സ്വാഭാവികമല്ലാത്ത നിലയിൽ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ത്രീധനത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ സ്ത്രീധന മരണത്തിൻ്റെയൊക്കെ കീഴിൽ വരും. ഓക്കെ, അടുത്ത 16ാമത്തെ ചോദ്യത്തിലേക്കാണ്. IT നിയമത്തിലെ സെക്ഷൻ 70A പ്രകാരം കുറ്റാരോപിതനായ വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്താണ്? IT ആക്ടിലെ സെക്ഷൻ എന്താണ്? 70A പ്രകാരം കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്ന് ചോദിച്ചാൽ അത് 10 വർഷം വരെ തടവാണ് കേട്ടോ. 10 വർഷം വരെ തടവാണ്. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ 17ാമത്തെ ചോദ്യമാണ്. IPCയിലെ സെക്ഷൻ 402ൻ്റെ വകുപ്പ് പ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ സംഘടിക്കുന്നവരുടെ കുറഞ്ഞ അംഗബലം എത്രയാണ്? ശ്രദ്ധിക്കുക, IPC സെക്ഷനിലെ 402 പ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ സംഘടിക്കുന്നവരുടെ കുറഞ്ഞ അംഗബലം എത്രയാണെന്നാണ്. അപ്പോൾ ഇതിനൊക്കെ ഇവർ നമ്പർ ഇട്ട് വരെയാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 402 പ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ സംഘടിക്കുന്നവരുടെ അംഗബലം ചോദിച്ചാൽ അത് എത്രയാണ്? 5 ആണ് കേട്ടോ. 5 ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 5 ആണ്. 5. ഓക്കെ, 402 പ്രകാരമാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ് 18ാമത്തെ ചോദ്യം. കൂട്ടബലാത്സംഗത്തിന് ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? എന്താണ്? കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശിക്ഷകളെക്കുറിച്ചുള്ള IPC സെക്ഷൻ ഏത് എന്നാണ് ചോദ്യം. അതേതാണ്? 376D ആണ്. 376D ആണ് കേട്ടോ. അപ്പോൾ കൂട്ടബലാത്സംഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPCയിലെ സെക്ഷൻ ചോദിച്ചാൽ അത് 376D ആണെന്ന് അറിഞ്ഞിരിക്കുക. 19ാമത്തെ ചോദ്യം. പോക്സോ നിയമത്തിലെ സെക്ഷൻ 4(1) പ്രകാരം ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏതാണ്? എന്താണ് ചോദ്യം? പോക്സോ നിയമത്തിലെ സെക്ഷൻ 4(1) പ്രകാരം ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഏതെന്നാണ് ചോദ്യം. അറിയാമോ? 10 വർഷമാണ് കേട്ടോ. 10 വർഷമാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. 10 വർഷമാണ്. 10 years ആണ് കേട്ടോ. 10 years. ഓക്കെ, അപ്പോൾ 4(1) പ്രകാരം 10 വർഷമാണ് ശിക്ഷ ലഭിക്കുക. അടുത്ത 20ാമത്തെ ചോദ്യം. IT ആക്ടിലെ സൈബർ നിയമലംഘനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഏതാണ്? IT ആക്ടിലെ സൈബർ നിയമലംഘനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരം ആർക്കെങ്കിലും അറിയാമോ? IT ആക്ടിലെ സൈബർ നിയമലംഘനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? ഉത്തരം കിട്ടിയോ? 20ാമത്തെ ചോദ്യത്തിൻ്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ 11 ആണ്. ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ ആണ്. 11ാമത്തേതാണ് കേട്ടോ. അപ്പോൾ IT ആക്ടിലെ സൈബർ നിയമലംഘനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ചോദിച്ചാൽ അത് എത്രാമത്തെയാണ്? 11ാമത്തെ അധ്യായമാണ് സൈബർ നിയമലംഘനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു 20 ചോദ്യത്തിനകത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റായിട്ട് പറയുക. കാര്യം ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ റേഞ്ച് അറിയാം, നിങ്ങളുടെ കൂട്ടുകാരുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ റേഞ്ച് നമുക്ക് അറിയാനായിട്ട് കഴിയും. അതിപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് ആയിക്കോട്ടെ, 3 മാർക്ക് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ 0 ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 20 ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് കമൻറ്റായിട്ട് പറയുക കേട്ടോ. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ മോക്ക് ടെസ്റ്റുകളും മോഡൽ എക്സാംസും നമുക്ക് സംഘടിപ്പിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാമല്ലോ. അതുവരേക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.